കേസിലെ 6ാം പ്രതിയാണ് ലളിത്ഞ. പാർലമെന്റ് ആക്രമണത്തിന് ശേഷം രാജസ്ഥാനിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിൽ 6 പേരാണുള്ളത്. ഇയാൾ കീഴടങ്ങിയതോടെ കേസിലെ 6 പേരും പിടിയിലായി. പാർലമെന്റ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ലളിതാണെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവം നടക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ പുറത്ത് ഇയാൾ ഉണ്ടായിരുന്നു. പുക ആക്രമണത്തിന്റെ വീഡിയോ ഇയാൾ ചിത്രീകരിക്കുകയും കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഒരു NGOയുടെ സ്ഥാപകനായ നീലാക്ഷ് എന്നയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ലളിത് നേരത്തെയും അറസ്റ്റിലായ 4 പേരുമടക്കം 6 പേർ ആസൂത്രണത്തിൽ പങ്കാളികളായെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ലോക്സഭയിലെ പുകയാക്രമണത്തിൽ സാഗർ ശർമ്മ, മനോരഞ്ജൻ എന്നിവരും പാർലമെന്റിന് പുറത്തെ ആക്രമണത്തിൽ നീലം, അമോൽ ഷിൻഡെ എന്നിവരുമാണ് നേരത്തെ പിടിയിലായത്. ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പ്രതികളുടെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതികൾക്കെതിരെ UAPA ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. 1.5 വർഷം മുൻപ് മൈസൂരുവിൽ വെച്ചാണ് പ്രതികൾ പാർലമെന്റ് പുകയാക്രമണം ആസൂത്രണം ചെയ്തത്. ഭഗത് സിംഗ് ഫാൻ ക്ലബ് വഴിയാണ് പ്രതികൾ പരസ്പരം ബന്ധപ്പെട്ടത്. സിഗ്നൽ ആപ്പ് വഴിയാണ് ആശയവിനിമയം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. കളർ സ്പ്രേയുമായി 2 പേരെത്തി പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലാണ് വൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.